ഹായ്, അശ്വനീധറിന്റെ ഡയറക്ഷനിൽ ഇപ്പോൾ റീസെന്റ് അല്ലെങ്കിൽ ഇന്ന് C5 പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു ഹിന്ദി ക്രൈം ത്രില്ലർ ചിത്രമായിരുന്നു ഹിസാബ് ബറാബർ എന്നുള്ളത്. സിനിമ ഹിന്ദിക്ക് പുറമെ C5 തമിഴ് ഡബ്ബിങ്ങിലും അവൈലബിൾ ആണ്. ഞാൻ തമിഴ് ഡബ്ബിങ്ങിലാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നീറ്റായിട്ടുള്ള ഡബ്ബിങ്ങുമാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ ഒരു സിനിമയെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സിനിമയുടെ ഒരു ഓൺലൈൻ പ്രമേയം എന്നുള്ളത് നമ്മുടെ ചിത്രത്തിലെ കഥാനായകൻ, അദ്ദേഹത്തിന്റെ പേരെന്നുള്ളത് രാധേ മോഹൻ എന്നുള്ളതാണ്. ആളൊരു റെയിൽവേ ടിക്കറ്റ് ചെക്കറൊക്കെയാണ്. ഇനി കാര്യത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും അദ്ദേഹം ഒരു ഘട്ടത്തിൽ ഒരു ബാങ്കിന്റെ ചില തിരിമറികളും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുകയാണ്. ഇതിനെ തുടർന്ന് സംഭവിക്കുന്ന സംഭവവികാസങ്ങളായിരുന്നു ചിത്രത്തിന്റെ പ്രമേയം എന്നൊക്കെ പറയാൻ സാധിക്കും. ഇപ്പം നമ്മൾ റീസെന്റ് കണ്ടിട്ടുണ്ടായിരുന്ന സീബ്ര പോലെയോ അല്ലെങ്കിൽ ലക്കി ഭാസ്കർ, ഈ ഒരു സിനിമയുടെ ഒക്കെ ത്രെഡ് നിങ്ങൾക്ക് അറിയാലോ, ബാങ്ക് സ്കാമും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ആ ഒരു ടൈപ്പ് ഒരു സിനിമയായിട്ട് തന്നെയാണ് ഈ ഒരു ചിത്രവും ഡയറക്ടർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ സിനിമകൾ എൻജോയ് ചെയ്ത പോലെ നമുക്ക് ഈ ഒരു സിനിമ അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാന പ്രശ്നം എന്നുള്ളത്. അതിനുള്ള കാരണം എന്നുള്ളത് നല്ലൊരു ത്രെഡ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇവരെടുത്തിരുന്ന സ്റ്റോറി എന്നുള്ളത് അത്യാവശ്യം ഒരു അവയർനെസ് അല്ലെങ്കിൽ ഒരു പ്രേക്ഷകർക്ക് ഒരു അവബോധമൊക്കെ സൃഷ്ടിക്കുന്ന രീതിയിലൊന്നായിരുന്നു എന്ന് പറയാൻ സാധിക്കും. അതായത് ഒരു എല്ലാവരും തന്നെ ബാങ്ക് ഇടപാടുകളും കാര്യങ്ങളൊക്കെ നടത്തുന്നതാണല്ലോ, ഏതൊരു സാധാരണക്കാരനും ബാങ്ക് ഇടപാടുകൾ നടത്തുന്നതാണ്. അപ്പോൾ അവൻ തീർച്ചയായിട്ടും അറിയേണ്ട ചില വസ്തുതകളൊക്കെയാണ് ഈ ഒരു സിനിമയിലൂടെ കാണിച്ചു തരുന്നത്. പക്ഷേ അത് ഇങ്ങനെ അവതരിപ്പിച്ച് പോകുമ്പോഴത്തേക്കും നമുക്ക് യാതൊരു വിധത്തിലും അങ്ങനെ ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ അത് വലിയ ഇമ്പാക്റ്റ്ഫുൾ ആയിട്ട് നമ്മുടെ മനസ്സിലേക്ക് കയറുന്നില്ല. അതാണ് സിനിമയുടെ ഒരു ഡ്രോബാക്ക് എന്നുള്ളത്. അത് പ്രധാനമായിട്ട് പറയേണ്ടത് ഇതിൻ്റെ തിരക്കഥ എന്നുള്ളത് വളരെ വീക്കായിട്ട് സില്ലി ആയിട്ട് റൈറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരു ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീല് സമ്മാനിക്കുന്നില്ല. പിന്നെയും നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രകടനങ്ങളൊക്കെ കൊള്ളാം. മാധവനാണ് ഹീറോ ആയിട്ട് എത്തുന്നത്. അതുപോലെ തന്നെ കീർത്തി ഗുൽഹാരി എന്ന് പറയുന്ന ആക്ട്രസ് ആണ് നായികയായിട്ട് എത്തുന്നത്. ഇവരുടെയൊക്കെ പ്രകടനം നല്ല രസമായിരുന്നു. അതുപോലെ തന്നെ ടെക്നിക്കലി സിനിമാറ്റോഗ്രഫി കാഴ്ച കൊള്ളാമായിരുന്നു. അതുപോലെ തന്നെ മ്യൂസിക് വർക്ക് കൊള്ളായിരുന്നു. ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് നമ്മളിങ്ങനെ ഒരു ഫ്ലോയ്ക്ക് കണ്ടുകൊണ്ടിരിക്കാം. അതിനപ്പുറത്തേക്ക് വലിയൊരു ഇമ്പാക്റ്റ് സിനിമ സൃഷ്ടിക്കുന്നില്ല. ഇവർ ഈ നല്ല സ്റ്റോറി ഉണ്ടായിട്ട് കൂടിയും ആ സ്ക്രീൻ പ്ലേ അത്രയും വീക്കായിട്ടാണ്. അത് യാതൊരു വിധത്തിലും നമുക്ക് ഡൈജസ്റ്റ് ആകുന്ന രീതിയിലോ അല്ലെങ്കിൽ ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലോ ഒന്നും തന്നെയല്ല തിരക്കഥ അവതരിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി ക്ലൈമാക്സിലൊക്കെ ഒരു ടേൺ സൃഷ്ടിക്കുന്നുണ്ട്. അത് കൂടുതലായിട്ട് പറഞ്ഞാൽ സ്പോയിലർ ആകും എന്നുള്ളത് കൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. എങ്കിലും നിങ്ങൾക്ക് കാണുമ്പോൾ നോട്ടീസ് ചെയ്യാം. അതായത് ഒരു പബ്ലിക് എല്ലാം കൂടി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. യാതൊരു വിധത്തിലും പ്രഷർക്ക് ഡൈജസ്റ്റ് ആകില്ല. റീസൺ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ വളരെ കെയർലെസ് ആയിട്ട് റൈറ്റിംഗ് ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ടാണ്. എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ബിലോ ആവറേജ് എക്സ്പീരിയൻസ് നൽകിയ ഒരു സിനിമ. സോ ഒരു 5.5 ഔട്ട് ഓഫ് 10 ആണ് നൽകുന്നത്. 10ൽ 5.5. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ റിസ്കിൽ കണ്ടു നോക്കുക, അതാണ് പറയാനുള്ളത്. പിന്നെ 18+ കണ്ടന്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെയില്ല. കുടുംബമൊക്കെ ആയിട്ടിരുന്ന് കാണാൻ സാധിക്കുന്ന ഒരു സിനിമ കൂടിയാണ്. എന്തായാലും നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ബൈ.